ശരിക്കും ഈ ഒരു കാര്യം കേൾക്കുമ്പോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തോ ഒക്കെ ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഞാനിത് വായിച്ചപ്പോൾ ശരിക്കും എന്റെ മനസ്സിലേക്ക് ഒരുപാട് പേരുടെ മുഖം വന്നു. സുസുക്കി എന്ന് പറയുന്ന ജപ്പാൻകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഇദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല കാലത്തിൽ മുഴുവൻ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാ സമ്പാദ്യവും സേവ് ചെയ്ത് ഒന്നിനും ചെലവാക്കാതെ, സ്വന്തമായ ഒരു വീട് വാങ്ങാതെ, വീട്ടിലൊരു AC വെക്കാതെ, സൈക്കിളും അതുപോലെ കാൽനടയും മാത്രം ഓഫീസിലേക്ക് പോകാൻ ഉപയോഗിച്ചു. ഒക്കെ അങ്ങനെ സേവ് ചെയ്തു. അവസാനം 60കളിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 4 കോടി രൂപയാണ്. 4 കോടി രൂപ. ഭാര്യ മക്കൾ എല്ലാം കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവർ ജീവിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷെ 60കളില് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാറ്റാനാവാത്ത തരത്തിലുള്ള ഒരു അസുഖമുണ്ട്. അപ്പോഴാണ് സ്വയം റിയലൈസ് ചെയ്തത് ഇത്രയും നാള് താൻ സമ്പാദിച്ചു കൂട്ടിയതിനൊന്നും ഒരു അർത്ഥമില്ലാതായിരുന്നു. കാരണം അസുഖബാധിതയായി കിടന്ന സമയത്ത് അവർ പറഞ്ഞത് എന്റെ സ്വന്തം വീട്ടിൽ മരണപ്പെടണം എന്നൊരു ആഗ്രഹമാണ്. എന്തുകൊണ്ട് ഞാനത് തിരിച്ചറിയാത്തത് എന്നുള്ളത് ആ മനുഷ്യനെ വേദനപ്പെടുത്തി. അതുപോലെ തന്നെ ഒരുപാട് ഇടങ്ങളിൽ യാത്ര ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ ആഗ്രഹിച്ചു. പക്ഷെ അതും സാധിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. 60ാമത്തെ വയസ്സിലെ ഭാര്യ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ, വീട്ടുകാർക്ക് അദ്ദേഹത്തിന് ഒന്നും സാധിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു സങ്കടം, ഒരു നീറ്റൽ, ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. ഈ സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ഒന്നുകിൽ നിങ്ങളുടെ വീട്ടില്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരൊക്കെയോ സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ വാർദ്ധക്യം സുരക്ഷിതമാക്കാനായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാശുണ്ട്. വർത്തമാനകാലം നന്നാക്കാതെ ഭാവിയെ സുരക്ഷിതമാക്കാനായിട്ട് നമ്മൾ എന്തിനാ ഓടുന്നത്? അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ? സങ്കടമല്ലേ അത്? മതി, ഇതൊരു കഥയല്ല, ജീവിതമാണ്. Stay happy and stay khush. Always keep smiling.